Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. സംസ്ഥാനത്താകെ 2980 പരീക്ഷാ കേന്ദ്രങ്ങൾ. രാവിലെ SSLCയും ഉച്ചയ്ക്ക് ഹയർ സെക്കൻഡറി പരീക്ഷയും എന്ന കണക്കിനാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തൃക്കരിപ്പൂർ ചൊവ്വേരിയിലെ മത്സ്യവിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് കവറുകൾ പിടികൂടിയത് സംഘർഷത്തിനിടയാക്കി. മത്സ്യവിപണന കേന്ദ്രത്തിലെ തൊഴിലാളികൾ തർക്കവുമായി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് നേരെ തിരിഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. പോലീസ് എത്തിയാണ് തൊഴിലാളികളെ പിന്തിരിപ്പിച്ചത്. ഹരിത പ്രോട്ടോകോൾ ഉറപ്പാക്കി ശുചിത്വ മാലിന്യ സംസ്കരണവും ഹരിതചട്ട പ്രവർത്തനങ്ങളും കൃത്യമായി പരിപാലിക്കാൻ തയ്യാറായ കാനായി മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിനെ ഹരിത സ്ഥാപനമായി പ്രഖ്യാപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ച് ഹരിത പ്രഖ്യാപനം നടത്തി. പയ്യന്നൂരിൽ നടക്കുന്ന ടി ഗോവിന്ദൻ സ്മാരക അഖിലേന്ത്യാ രജത ജൂബിലി വോളിബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂർ നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ പുതിയ ബസ് സ്റ്റാൻഡിന്റെ 2ാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനം 2025 മാർച്ച് 16 മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. പ്രവൃത്തി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർവഹണ ഏജൻസിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റി എഞ്ചിനീയർമാർ നഗരസഭയിലെത്തി ചെയർപേഴ്സൺ KV ലളിതയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തന നടപടികൾ സ്വീകരിച്ചു. നേരത്തെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച ബസ് സ്റ്റാൻഡിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനം 5 കോടി രൂപ നഗരസഭയുടെ തനത് ഫണ്ട് വിനിയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. നിർമ്മാണ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റിക്കാണ് ആധുനിക രീതിയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ ചുമതല നൽകിയിട്ടുള്ളത്. ലെവലിംഗ് മറ്റ് അനുബന്ധ പ്രവൃത്തികൾ നാളെ തന്നെ ആരംഭിക്കുമെന്നും മാർച്ച് 16 മന്ത്രി ഉദ്ഘാടനം ചെയ്ത് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്ന ബസ് സ്റ്റാൻഡ് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ T വിശ്വനാഥൻ, കൗൺസിലർ B കൃഷ്ണൻ, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ ബിൽഡിംഗ് ജനറൽ മാനേജർ രാജീവൻ TP, പ്രൊജക്ട് എഞ്ചിനീയർ ഷിനോജ് രാജൻ, ലീഡർ ജയപ്രകാശൻ, നഗരസഭാ എഞ്ചിനീയർ അനീഷ് K, ഓവർസിയർ പ്രജീഷ് ബാബു എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. സംസ്ഥാനത്താകെ 2980 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. രാവിലെ SSLCയും ഉച്ചയ്ക്ക് ഹയർ സെക്കൻഡറി പരീക്ഷയും എന്ന കണക്കിനാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പരീക്ഷ നന്നായി എഴുതാൻ കഴിഞ്ഞെന്നും ആശങ്കയില്ലെന്നും കുട്ടികൾ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്ക് ജില്ലയിൽ ആകെ രജിസ്റ്റർ ചെയ്തത് 35,990 വിദ്യാർത്ഥികളാണ്. ഇതിൽ 17,886 പെൺകുട്ടികളും 18,104 ആൺകുട്ടികളുമുണ്ട്. ഗവൺമെന്റ് സ്കൂൾ തലത്തിൽ 15,368 പേരും, എയ്ഡഡ് തലത്തിൽ 18,952 പേരും, അൺഎയ്ഡഡ് തലത്തിൽ 1,375 പേരും പരീക്ഷ എഴുതും. 197 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. ഇന്റർപ്രീറ്റർ, സ്ക്രൈബ് സഹായത്തോടെ 1045 പേരാണ് പരീക്ഷ എഴുതുന്നത്. SSLC +2 പരീക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കുട്ടികൾ എത്തിയിരിക്കുന്നത്. എനിക്കൊപ്പം കുറച്ച് കുട്ടികൾ ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ ഇന്ന്? നല്ല പരീക്ഷ. എത്ര ദിവസത്തെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട് ഇതിന്? 2-3 ദിവസത്തെ പ്രിപ്പറേഷൻ. 3 ദിവസം കൊണ്ടാണ് ഇതൊക്കെ പഠിച്ചു തീർത്തത്. സ്കൂളിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു സ്കൂളിലെല്ലാം. ഡിസംബർ ആകുമ്പോഴത്തേന് പാടെല്ലാം തീർത്ത് പിന്നെ ഫുള്ള് റിവിഷനാണ്. നല്ല സ്കൂളാണ്. എല്ലാവരും എല്ലാവരും ഇവിടത്തേക്ക് തന്നെ വരണം കേട്ടോ. വൈബാണ്. അപ്പം നല്ല സപ്പോർട്ടാണ്.
നമ്മൾ മുമ്പൊക്കെ പരീക്ഷയുടെ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരിപ്പോൾ ചില്ലാണ്. ഇവരിവിടെ സ്കൂളിനോട്ട് പ്രൊമോഷനൊക്കെ നൽകിയാണ്. നല്ല സ്കൂളാണ്, എല്ലാവരും ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെയുള്ള. പിന്നെ ടീച്ചേഴ്സൊക്കെ നല്ല വൈബാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇതേതാണ് വൈബ്? പരീക്ഷ വൈബാണോ? പരീക്ഷ മൂടാണ്. അപ്പോൾ വലിയ സന്തോഷത്തിലാണ് എല്ലാവരും. ഇനിയിപ്പോൾ നമ്മൾ പണ്ടൊക്കെ എപ്പോഴും പറയാറുണ്ട് SSLC പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണ് എന്നൊക്കെ. പിന്നെ അത് +2 പരീക്ഷയിലേക്കൊക്കെ എത്തി. എന്ത് തോന്നുന്നു ഈ പരീക്ഷകളെ കുറിച്ച് ചോദിക്കുമ്പോഴും അല്ലെങ്കിൽ മുതിർന്നവർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നാറ് ശരിക്കും? ഫസ്റ്റ് എല്ലാം നല്ല പേടിയോ, പക്ഷേ എഴുതിയ സമയത്ത് വല്ല പേടിയൊന്നുമില്ല. നല്ല പരീക്ഷ. വലുതാകുമ്പോൾ ആരാവണം, അല്ലെങ്കിൽ ഈ പരീക്ഷ കഴിഞ്ഞ് എങ്ങനെയാണെന്ന് ഇനിയുള്ള കോഴ്സ് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു ചിന്തയൊക്കെ ഇപ്പം തന്നെ ഉണ്ടോ? നല്ല കുറച്ച് പ്ലാനിങ് ആയിട്ടില്ല, കുറച്ച് നല്ല പരീക്ഷയാണ്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം നല്ല മാർക്കും വരില്ലേ? അല്ല ഫുൾ A+. പരീക്ഷ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ ആത്മവിശ്വാസമാണ്. ഫുൾ A+ ആയിരിക്കുമെന്നാണ് പറയുന്നത്. കുട്ടികളൊക്കെ നല്ല ആത്മവിശ്വാസത്തോടെയാണ്. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടുന്നതും. ഇവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നൽകി കൂടെ നിൽക്കുക എന്ന് തന്നെയാണ് നമ്മൾക്ക് ചെയ്യാനുള്ളതും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൈത്രൻ കണ്ടോത്തിനൊപ്പം കുട്ടികൾക്കൊപ്പം KN വർഷ. തൃക്കരിപ്പൂർ ചൊവ്വേരിയിലെ മത്സ്യവില്പന കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് കവറുകൾ പിടികൂടിയത് സംഘർഷത്തിനിടയാക്കി. മത്സ്യവിപണന കേന്ദ്രത്തിലെ തൊഴിലാളികൾ തർക്കവുമായി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് നേരെ തിരിഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. പോലീസ് എത്തിയാണ് തൊഴിലാളികളെ പിന്തിരിപ്പിച്ചത്. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞാണ് സംഭവം. വ്യാപാര സ്ഥാപനങ്ങളിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പരിശോധനയ്ക്കെത്തിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി P. അരവിന്ദൻ, ആരോഗ്യവകുപ്പിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ PV പ്രകാശൻ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ M. സുപ്രിയ, ക്ലർക്ക് G. അഭിനവ് എന്നിവരടങ്ങിയ ഉദ്യോഗസ്ഥ സംഘം ചൊവ്വേരിയിലെ മത്സ്യവില്പന കേന്ദ്രത്തിൽ എത്തിയതോടെ സ്ഥാപനത്തിലെ ജീവനക്കാർ അകത്തുകടക്കാൻ അനുവദിച്ചില്ല. ഇതാണ് ഉദ്യോഗസ്ഥരുമായി തർക്കത്തിന് കാരണമായത്. ടൗണിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പരിശോധനയ്ക്കിടയിലാണ് ചൊവ്വേരിയിൽ തർക്കത്തിനിടയാക്കിയത്. സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന ഘട്ടത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പോലീസിനെ വിളിക്കുകയും പോലീസ് എത്തി ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത്. കണ്ണൂർ സ്വദേശികളായ ലത്തീഫ്, മനാഫ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് A1 സ്റ്റാർ മത്സ്യവിപണന കേന്ദ്രം. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ചൊവ്വേരിയിലെ A1 സ്റ്റാർ മത്സ്യവിപണന കേന്ദ്രത്തിൽ നിന്നും 3 കിലോയോളം പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടികൂടിയ സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് 10,000 രൂപ പിഴ ഈടാക്കി. തങ്കയമുക്കിലെ മലബാർ ട്രേഡേഴ്സ്, റാഹത്ത് ഇല്ലത്തപ്പം ഹോട്ടൽ, തങ്കയം ഇത് കാദർചാന്റെ ഹോട്ടൽ, തങ്കയം കിസ്മത്ത് ഹോട്ടൽ, NK സ്റ്റോർ, ചൊവ്വേരി സ്റ്റോർ തുടങ്ങിയ 8 സ്ഥാപനങ്ങളിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഡിസ്പോസിബിൾ ഗ്ലാസുകളും ഉദ്യോഗസ്ഥർ പിടികൂടി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഹരിത പ്രോട്ടോകോൾ ഉറപ്പാക്കി ശുചിത്വ മാലിന്യ സംസ്കരണവും ഹരിതചട്ട പ്രവർത്തനങ്ങളും കൃത്യമായി പരിപാലിക്കാൻ തയ്യാറായ കാനായി മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിനെ ഹരിത സ്ഥാപനമായി പ്രഖ്യാപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ച് ഹരിത പ്രഖ്യാപനം നടത്തി. ഹരിത പ്രോട്ടോകോൾ ഉറപ്പാക്കി ശുചിത്വ മാലിന്യ സംസ്കരണവും ഹരിതചട്ട പ്രവർത്തനങ്ങളും കൃത്യമായി പരിപാലിക്കാൻ തയ്യാറായ കാനായി സൗത്തിലെ മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിനെ ഹരിത സ്ഥാപനമായി പ്രഖ്യാപിച്ചു. പള്ളിയങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ച് ഹരിത പ്രഖ്യാപനം നടത്തി. പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ K അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി A. ഹനീഫ, ഖജാൻജി തസ്ഹിൽ K, P. സുരേഷ്, K. ജീവൻ, D. രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഹരിത സ്ഥാപനത്തിനുള്ള സർട്ടിഫിക്കറ്റ് ചെയർപേഴ്സൺ പള്ളി കമ്മിറ്റി ഭാരവാഹികൾക്ക് നൽകി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥാപനങ്ങളിൽ ഹരിതപെരുമാറ്റച്ചട്ടം ഉറപ്പുവരുത്തുന്നതിനായി പള്ളിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആഘോഷങ്ങളിലെല്ലാം പേപ്പർ, പ്ലാസ്റ്റിക്, തെർമോക്കോൾ തുടങ്ങിയവയിൽ നിർമ്മിച്ച എല്ലാ ഇനം ഡിസ്പോസിബിൾ വസ്തുക്കളുടെയും ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കി പുനരുപയോഗിക്കാവുന്ന പാത്രങ്ങൾ മാത്രം ശേഖരിച്ചും ഉപയോഗിച്ചും ജൈവ അജൈവ പാഴ്വസ്തുക്കൾ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിന് പ്രത്യേകം ബിന്നുകൾ സ്ഥാപിച്ചും ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് കമ്പോസ്റ്റ്, ബയോബിന്നുകൾ സ്ഥാപിച്ചും അജൈവ മാലിന്യം തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നതിനും സംവിധാനമൊരുക്കി സ്ഥാപനവും പരിസരവും ശുചിത്വത്തോടുകൂടി നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചാണ് ഹരിത സ്ഥാപനമായി പ്രഖ്യാപനത്തിലെത്താൻ കഴിഞ്ഞതെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിൽ നടക്കുന്ന T. ഗോവിന്ദൻ സ്മാരക അഖിലേന്ത്യാ രജത ജൂബിലി വോളിബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു.
പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മെയ് 13 മുതൽ 18 വരെ നടക്കുന്ന ടി ഗോവിന്ദൻ സ്മാരക അഖിലേന്ത്യാ രജത ജൂബിലി വോളിബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ സംസ്കാരത്തെ സ്വാഭാവികമായി പയ്യന്നൂരിന് അതൊക്കെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാൻ കഴിയുന്ന വിശാലമായ ഒരു മനസ്സും സംസ്കാരമുള്ളതാണ് പ്രചരിക്കുക. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്നവരെ സ്വീകരിക്കാൻ, അവരുമായി സംവദിക്കാൻ, അവരുമായി ബന്ധപ്പെടാനൊക്കെ കഴിയുന്ന ഒരു സാംസ്കാരിക വൈകാരികതയുള്ളതാണ് പയ്യന്നൂരിൻ്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ മണ്ണ് എന്ന് എനിക്കെല്ലാം അറിയാൻ കഴിയും. അതുകൊണ്ട് ആ കാര്യങ്ങളൊരു മുഖ്യ ആവശ്യമില്ല. ഈ വോളിബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇതിൻ്റെ സംഘാടക സമിതിയുടെ ചുമതലക്കാരനും എല്ലാമായ നമ്മുടെ ബഹുമാനായ MLA ഒരു വിശദീകരിച്ചു മറ്റുള്ളവർ സംസാരിച്ചു. ടി.എ. മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, ടി വിശ്വനാഥൻ, പ്രൊഫസർ കെ രാജഗോപാൽ, MK രാജൻ, വി ബാലൻ, KP ബാലകൃഷ്ണ പൊതുവാൾ, പി ജയൻ, ബി സജിതുലാൽ, പി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളൂർ സെൻട്രൽ ആർട്സ് പ്രവർത്തകർ ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നാടക സിനിമാ സംവിധായകനും കർഷകനുമായ മനോജ് കാന നിർവഹിച്ചു. വെള്ളൂർ പുണങ്കോട്ട് വയലിൽ 1.25 ഏക്കർ വയലിലാണ് കൃഷി നടത്തിയത്. തരിശുനിലമില്ലാത്ത കേരളം എന്ന കൃഷി വകുപ്പിന്റെയും കേരള കർഷക സംഘത്തിന്റെയും സന്ദേശമേറ്റെടുത്ത വെള്ളൂർ സെൻട്രൽ ആർട്സ് പ്രവർത്തകർ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. നാടക സിനിമാ സംവിധായകനും കർഷകനുമായ മനോജ് കാന വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. അത് മുത്തങ്ങയിലെ എത്രയോ ഏക്കർ സ്ഥലം മുള്ളുക്കുറുമ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ കുറച്ച് മെച്ചപ്പെട്ടവരാണ് മുള്ളുക്കുറുമർ. അവിടെ ഒരുപാട് ഏക്കർ സ്ഥലം വർഷങ്ങളോളം തരിച്ചിട്ടിരുന്നു. ഒരു 10-20 വർഷം മുമ്പ്, 20 ഒരു 23-24 വർഷം മുന്നേ ഞാനൊക്കെ അവിടെ എത്തിയ സമയത്ത് ഞാനും ഫാദർ ജെയിംസ് ചക്കാലക്കൽ എന്ന് പറയുന്ന ലോഹയിടാത്ത, പള്ളി പോവാത്ത, വളരെ കമ്മ്യൂണിസ്റ്റ് ആശയം കൊണ്ടു നടക്കുന്ന ഒരു ഫാദർ, അദ്ദേഹവും ചേർന്ന് എല്ലാ കൃഷിക്കാരെയും കൂട്ടിച്ചേർത്ത്, അന്ന് കറണ്ടൊന്നുമില്ല, നമ്മൾ മണ്ണെണ്ണ മോട്ടർ 4-5 പല ഭാഗത്ത് വെച്ച് പല ആളെ പേരിൽ നിന്ന് സംഭാവനയായിട്ട് വിത്തും വളമൊക്കെ ശേഖരിച്ച് ഞങ്ങൾ കൃഷി തുടങ്ങി. വെള്ളൂർ പൂണങ്കോട്ട് വയലിൽ 1.25 ഏക്കർ വയലിലാണ് കൃഷി ഇറക്കിയത്. എന്റെ ഗ്രാമം പച്ചക്കറി ഗ്രാമം പദ്ധതിയിലൂടെ വെള്ളൂരിലെ വീടുകളിൽ 4 തടം പച്ചക്കറിയെങ്കിലും ഉണ്ടാകണമെന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ ക്ലബിന് സാധിച്ചിട്ടുണ്ട്. വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ വി നാരായണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ഇ ഭാസ്കരൻ, പയ്യന്നൂർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ EP ജീവാനന്ദ്, പി സജിത്ത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സർവീസിൽ നിന്ന് വിരമിച്ച സെക്രട്ടറി കെ തങ്കമണിക്ക് വെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് യാത്രയയപ്പ് നൽകി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്ന് വിരമിച്ച സെക്രട്ടറി കെ തങ്കമണിക്ക് വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നൽകിയ യാത്രയയപ്പ് ചടങ്ങ് രജിസ്ട്രേഷൻ, പുരാവസ്തു, പുരാരേഖ, മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സഹകരണ മേഖല കൈകാര്യം ചെയ്യാത്ത ഒന്നുമില്ല. ഏത് കാര്യങ്ങൾ സഹകരണ മേഖല ഏൽപ്പിച്ചു കഴിഞ്ഞാലും വളരെ കൃത്യമായി, ഭംഗിയായി, വിജയകരമായി നടത്താൻ കഴിയുന്ന കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിനും സഹകരണ സംവിധാനത്തിനും. അതാണ് കേരളത്തിലെ സഹകരണം. അതിൻ്റെ വേരുകൾ അത്രയേറെ ഹൃദയതലത്തിൽ വ്യാപിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൻ്റെ കരുത്തും ശക്തിയുമായി പരിവർത്തനമായതുകൊണ്ടാണ് ആ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നത് എന്ന് സംസ്ഥാന ഗവൺമെൻറ് സഹകരണ വകുപ്പ് പ്രഖ്യാപിക്കുന്നു. ഈ വർഷത്തെ പൊതു കടമെടുപ്പ് ഇത്രയാണ്. ആ പറഞ്ഞതിനേക്കാൾ കൂടുതലാണ് കേരളത്തിലെ ജനങ്ങൾ ആ കടമെടുപ്പ് സഹകരിക്കുന്നത്. വിശ്വാസ്യതയാണ്, സത്യനിഷ്ഠതയാണ്. ടി.ഐ. മധുസൂദനൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി PK ശ്രീമതി ടീച്ചർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷ KV ലളിത ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. മുൻ MLA C കൃഷ്ണൻ, C ജയ, VV സജിത, E ഭാസ്കരൻ, T ദാക്ഷായണി, നന്ദകുമാർ KV, MK സൈബുന്നീസ, വി നാരായണൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, M സുനിൽകുമാർ, P ഷിജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബാങ്ക് പ്രസിഡന്റ് KP ജ്യോതി സ്വാഗതവും M അംബുജാക്ഷി നന്ദിയും പറഞ്ഞു. തുടർന്ന് ജോൺസൺ പുഞ്ചക്കാടിന്റെ പുല്ലാങ്കുഴൽ വാദനം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും നേതൃത്വത്തിൽ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാമ്പയിന്റെ ഭാഗമായി മെഗാ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. പയ്യന്നൂർ നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും നേതൃത്വത്തിൽ നഗരസഭയിൽ സംഘടിപ്പിച്ച
മെഗാ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി സജിത ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ എൻ സുധ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ടി ദാക്ഷായണി, ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ നന്ദകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ CP മുരളീധരൻ, R സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ നഗരസഭാ കൗൺസിലർമാർ, ജീവനക്കാർ, ഹരിതകർമ്മസേന, കുടുംബശ്രീ അംഗങ്ങൾ, ടെക്സ്റ്റൈൽസ് ജീവനക്കാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. 3 പേരെ താലൂക്ക് ആശുപത്രിയിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചു. താലൂക്ക് ആശുപത്രിയിലെ MLSPമാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് മലിനജലം കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ദുർഗന്ധം കാരണം ദുരിതം അനുഭവിക്കുകയാണ് ഇവിടെയെത്തുന്ന ജനങ്ങൾ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് മലിനജലം കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ആശുപത്രി കെട്ടിടത്തിന്റെ പിറകുവശത്താണ് മലിനജലം തളം കെട്ടിക്കിടക്കുന്നത്. ദുർഗന്ധം കാരണം ദുരിതം അനുഭവിക്കുകയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും ഡോക്ടർമാർ അടക്കമുള്ള ആശുപത്രി ജീവനക്കാരും. മലിനജലം ഒഴുകുന്ന പൈപ്പ് പൊട്ടിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. ഈ വെള്ളത്തിൽ കൊതുകുകൾ വളർന്ന് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മലിനജലം ഒഴുകുന്നത് തടയാൻ നടപടി സ്വീകരിക്കാത്തത് ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അടിയന്തരമായി പരിസര ശുചീകരണം നടത്തിയില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇടനിലക്കാരും കമ്മീഷനുമില്ലാത്ത ഓൺലൈൻ വിപണി ശ്രദ്ധേയമാകുന്നു. കരിവെള്ളൂർ പെരളത്തെ KV പ്രദീപ് കുമാറാണ് കരിവെള്ളൂർ പെരളം എന്ന വാട്സാപ്പ് കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ടത്. ഇടനിലക്കാരും കമ്മീഷനുമില്ലാതെ ഓൺലൈൻ വിപണി കണ്ടെത്തുവാനായി വാട്സ്ആപ്പ് കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുകയാണ് കരിവെള്ളൂർ പെരളം സ്വദേശി KV പ്രദീപ് കുമാർ. 6 മാസം മുൻപാണ് ചെറുകിട വ്യാപാരി കൂടിയായ പ്രദീപ് കരിവെള്ളൂർ പെരളം വിപണി എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ രൂപീകരിച്ചത്. കാർഷിക വിളകൾ, കന്നുകാലികൾ, കോഴി, മുട്ട, വിറക്, വാഹനങ്ങൾ, ഗൃഹോപകരണങ്ങൾ, വീട്, സ്ഥലം തുടങ്ങി എന്തും ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി വിൽക്കുവാനും വാങ്ങുവാനുമാകും. ഗ്രൂപ്പിൽ അംഗമല്ലാത്ത ആളുകൾക്ക് കൂട്ടായ്മയിലെ സുഹൃത്തുക്കൾ വഴി സാധനങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനുമാകും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ആളുകൾ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ടെന്നും കമ്മീഷനുകളോ മറ്റു പ്രതിഫലമോ സ്വീകരിക്കാത്ത ഓൺലൈൻ പ്ലാറ്റ്ഫോം നാടിന് സഹായകരമാണെന്നും ഗ്രൂപ്പ് അംഗങ്ങൾ പറയുന്നു. കൂട്ടായ്മ രൂപീകരിച്ചതിനോ അതിലൂടെ വിപണി കണ്ടെത്തുന്നതിനോ കമ്മീഷൻ വാങ്ങുന്നില്ല. സംതൃപ്തിയാണ് പ്രതിഫലമെന്നാണ് KV പ്രദീപ് കുമാർ പറയുന്നത്. ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ആയിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. കമ്മീഷനുകളൊന്നും ഇല്ലാണ്ട് പിന്നെ നാട്ടിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഞാൻ ചെറിയ തോതിൽ തുടങ്ങിയാണ്. പക്ഷേ അത് ഇത്രയും നല്ല വിപുലമായിട്ട് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഈ ഗ്രൂപ്പ് ഫുള്ളായതുകൊണ്ട് വേറെ ഗ്രൂപ്പും കൂടി ഇതേപോലെ തുടങ്ങിയിട്ടുണ്ട്. അതിലും കുറേ ആൾക്കാരുണ്ട്. കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി കൂട്ടായ്മ ഇനിയും വിപുലപ്പെടുത്തുവാനാണ് പ്രദീപ് കുമാറിന്റെ ആഗ്രഹം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ എന്നിവർ സംയുക്തമായി ജനകീയ ക്യാമ്പയിൻ ഇനി ഞാൻ ഒഴുകട്ടെ തോട് സഭയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പെരിയാട്ട് വയലിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ എന്നിവ സംയുക്തമായി മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ജനകീയ ക്യാമ്പയിൻ ഇനി ഞാൻ ഒഴുകട്ടെ തോട് സഭയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പെരിയാട്ടുവയലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ നിർവഹിച്ചു. കാലമായി സംസ്ഥാന ഗവൺമെൻറ്റും ഹരിത കേരള മിഷനും ശുചിത്വ മിഷനും അതുപോലെ തന്നെ തൊഴിലുറപ്പ് വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിനെ എല്ലാ മേഖലകളിലും ശുചീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. പൊതു ഇടങ്ങൾ പൊതുവിൽ ശുചീകരിക്കുക, ഓരോ വീടുകളിലുള്ള മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുക, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും ജൈവ അജൈവ മാലിന്യങ്ങളെ അതിൻ്റെ ശരിയായ രൂപത്തിൽ സംസ്കരിക്കുക, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, 100% യൂസർ ഫീ പിരിക്കുക, നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം ഭംഗിയായി നിർത്തുക എന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MT സബിത, പഞ്ചായത്ത് അംഗങ്ങളായ TV കുഞ്ഞിക്കണ്ണൻ, മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ, MGNREGA എഞ്ചിനീയർ വിപിൻ KC, ഓവർസിയർ ദിബിൻ അശോക്, AITA ജിജിത്ത് ഗോവിന്ദ്, പാടശേഖര ഭാരവാഹികളായ തോട്ടോൻ കൃഷ്ണൻ, M സുബേർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി അനീഷ് പോൾ സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ തോടുകളും മാലിന്യമുക്തമാക്കാനാണ് ഈ ജനകീയ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
ഇമ്മാനുവൽ സിൽക്സ് പയ്യന്നൂർ ഷോറൂമിൽ ഈ വർഷത്തെ റമദാൻ ആഘോഷമാക്കുന്നതിന്റെ ഭാഗമായി നൂർ റമദാൻ സെയിൽസിന് തുടക്കമായി. പയ്യന്നൂർ റിയാദ് മാളിൽ നടന്ന ചടങ്ങിൽ പെരുമ്പ ജുമാഅത്ത് ഇമാം കബീർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇമ്മാനുവൽ സിൽക്സ് പയ്യന്നൂർ ഷോറൂമിൽ ഈ വർഷത്തെ റമദാൻ ആഘോഷങ്ങളുടെ ഭാഗമായി നൂർ റമദാൻ സെയിൽസിന് തുടക്കമായി. പയ്യന്നൂർ റിയാദ് മാളിൽ നടന്ന ചടങ്ങിൽ പെരുമ്പ ജുമാഅത്ത് ഇമാം CA കബീർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ എന്ന് പറയുന്നത് വസ്ത്ര വ്യാപന രംഗത്തിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്നതാണ്. പ്രത്യേകിച്ച് നല്ല വസ്ത്രങ്ങളെയും ഏറ്റെടുത്തവും വന്നത്. പൊതുവെ വസ്ത്രം എന്നുള്ളത് മനുഷ്യന്റെ സംസ്കാരത്തെ പ്രത്യേകിച്ച് അടയാളപ്പെടുത്തുന്നതാണ്. മിഴിവേകുന്ന ഏറ്റവും പുതിയ കളക്ഷനുകളാണ് ഇമ്മാനുവൽ സിൽക്സിൽ ഒരുക്കിയിട്ടുള്ളത്. മാർച്ച് 1 മുതൽ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും 15% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് യാതൊരു നിബന്ധനകളുമില്ലാതെ നൽകുന്നു എന്നതാണ് നൂർ റമദാൻ സെയിൽസിന്റെ പ്രത്യേകത. ആഡംബരവും സൗന്ദര്യവും പ്രൗഢിയും ഇഴചേരുന്ന പട്ടുപുടവകൾ, പാരമ്പര്യത്തനിമയാർന്ന സെലിബ്രേഷൻ വെയറുകൾ തുടങ്ങി മികച്ച ബ്രാൻഡുകളുടെ എല്ലാ തുണിത്തരങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിലും മികച്ച സെലക്ഷനുകളിലുമായി സ്പെഷ്യൽ ഫ്ലാറ്റ് 15% ഡിസ്കൗണ്ടിലാണ് ലഭ്യമാകുകയെന്ന് ഇമ്മാനുവൽ സിൽക്സ് മാനേജ്മെന്റ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചുമട്ടുതൊഴിലാളി യൂണിയൻ പയ്യന്നൂർ പെരുമ്പ ഡിവിഷനിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പ് നൽകി. TI മധുസൂദനൻ MLA യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി യൂണിയൻ പയ്യന്നൂർ പെരുമ്പ ഡിവിഷനിൽ നിന്നും വിരമിക്കുന്ന TP കരുണാകരൻ, E കമലാക്ഷൻ, M ശശികുമാർ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങ് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. സഹായകമാവുന്ന നിലയിൽ ഔദ്യോഗികമായ നിലയിൽ നിന്ന് വിരമിച്ചുകൊണ്ടുള്ള ഒരു തലത്തിലേക്ക് കൊടുത്തിച്ചു. തീർച്ചയായിട്ടും അവരെ ചേർത്ത് പിടിക്കുക അവർക്ക് മനസ്സിലൊരിക്കലും മറക്കാത്ത യാത്രയയപ്പ് നൽകുക. അവരെക്കുറിച്ച് എപ്പോഴും അവരെക്കുറിച്ച് അന്വേഷിക്കാനും അവരുടെ ജീവിത വഴിയിലെ അനുഭവങ്ങൾ മനസ്സിലാക്കി ഒന്നായി ചേർന്ന് പോകാനും കഴിയുക എന്നൊരു വലിയ കാഴ്ചപ്പാടാണ് ഏത് യാത്രയയപ്പ് സമ്മേളനത്തിൻ്റെയും ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. അതിലിവിടെ കുറെ കൂടി സവിശേഷതകളുണ്ട്. അതിലൊന്ന് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ട്രേഡ് യൂണിയനുകളുടെ 2 വഴികളാണ് INTUC. INTUC പയ്യന്നൂർ റീജിയണൽ പ്രസിഡന്റ് KV മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം AP നാരായണൻ എന്നിവർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. P വിനോദ് സ്വാഗതം ആശംസിച്ചു. VT അമ്പാടി, K മോഹനൻ, UV രാമചന്ദ്രൻ, NV വിജയൻ, TT രാജൻ, N സുധീർ, M നാരായണൻ, M അശോകൻ, VE രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിലെ ചുമട്ടുതൊഴിലാളിയായ V രാജേഷിനുള്ള പെരുമ്പ ചുമട്ടുതൊഴിലാളി ഡിവിഷന്റെ ചികിത്സാ സഹായ ഫണ്ട് കൈമാറി. ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ PV കുഞ്ഞപ്പൻ, വൈസ് ചെയർമാൻ AP നാരായണൻ എന്നിവർ ചേർന്ന് ഫണ്ട് ഏറ്റുവാങ്ങി. സ്ട്രോക്ക് വന്ന് 4 മാസത്തോളമായി ചികിത്സയിൽ കഴിയുന്ന പയ്യന്നൂർ ടൗണിലെ ചുമട്ടുതൊഴിലാളിയായ V രാജേഷിന്റെ ചികിത്സയ്ക്കായി പെരുമ്പ ചുമട്ടുതൊഴിലാളി ഡിവിഷൻ സമാഹരിച്ച തുക കൈമാറി. പയ്യന്നൂർ CIT ഹാളിൽ നടന്ന ചടങ്ങിൽ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ PV കുഞ്ഞപ്പൻ, വൈസ് ചെയർമാൻ AP നാരായണൻ എന്നിവർ ചേർന്ന് ചികിത്സാ സഹായ ഫണ്ട് ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പൂക്കളിൽ റാണിയാണ് കടലാസ് പൂവ് അല്ലെങ്കിൽ ബോഗെയിൻവില്ല. മീറ്റർ കണക്കിന് വളരുന്ന ചെടി തൊട്ട് പുതിയ കാലത്തിന്റെ ട്രെൻഡായ ചട്ടിയിലെ കടലാസു ചെടി വരെ ഇന്ന് വീട്ടുമുറ്റങ്ങളിൽ വർണ്ണക്കാഴ്ചയൊരുക്കുകയാണ്. മലയാളിയുടെ പൂന്തോട്ട സങ്കല്പങ്ങൾക്ക് എന്നും ചാരുത പകർന്നിട്ടുള്ള ഒന്നാണ് കടലാസു പൂക്കൾ അഥവാ ബോഗെയിൻവില്ല. ചുവപ്പും വെള്ളയും ഓറഞ്ചും നിറത്തിലുമെല്ലാമായി അതങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണുവാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇലകൾ പൂക്കളായി മാറുന്നതാണ് ഓരോ ബോഗൻവില്ലയും. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പൂക്കൾ ചെറുതും ഭംഗിയില്ലാത്തതുമാണ്. ഇവയെ ചുറ്റി നിൽക്കുന്നതാണ് കടലാസുപൂക്കൾ. നാടൻ കടലാസുപൂക്കളിൽ നിന്നും നാം ഏറെ വഴിമാറിയിരിക്കുന്നു. പല രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന മുന്തിയ തരം ഹൈബ്രിഡ് ഇനങ്ങൾ നമ്മുടെ മനസ്സിനെ കീഴടക്കിയിരിക്കുന്നു. ഇപ്പോൾ ഇതാണ് ട്രെൻഡ്.
മതിലിൽ നിന്നും നമ്മെ ആകർഷിച്ചിരുന്ന കടലാസു പൂക്കൾ ഇന്ന് ചെറിയ ചട്ടികളിലും ബാൽക്കണിയിൽ നിന്ന് ഞാന്നുകിടക്കുന്ന രൂപത്തിലുമെല്ലാമായി പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇടയ്ക്ക് പൂവിന്റെ നിറം മാറിവരുന്നവയുമുണ്ട്. ഒരു ചെടിയിൽ പല നിറങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നതും ധാരാളമായി കാണാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി സ്മാരക ഫോക്ലോർ പുരസ്കാരം ഫോക്ലോർ രംഗത്തെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി ഡോക്ടർ KKN കുറുപ്പിന് നൽകാൻ തീരുമാനമായി. മാർച്ച് 14-ന് കുന്നരു കാരന്താട്ട് വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം വിതരണം ചെയ്യും. കുന്നരു മലയാളം വായനശാല ഗ്രന്ഥാലയവും ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി സ്മാരക ഫോക്ലോർ പഠന കേന്ദ്രവും വിഷ്ണു മാഷിന്റെ കുടുംബത്തിന്റെ സഹകരണത്തോടെ നൽകുന്ന 6ാമത് ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി സ്മാരക ഫോക്ലോർ പുരസ്കാരം ഫോക്ലോർ രംഗത്തെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി ഡോക്ടർ KKN കുറുപ്പിന് നൽകാൻ തീരുമാനമായി. ഡോക്ടർ രവി രാമന്തള്ളി കൺവീനറും ഡോക്ടർ YV കണ്ണൻ, ഡോക്ടർ എഹിയ പുളിക്കൽ എന്നിവർ അംഗങ്ങളായുള്ള സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. മാർച്ച് 9 മുതൽ 14 വരെ ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി അനുസ്മരണ പരിപാടികൾ നടക്കും. ഇതിനോടനുബന്ധിച്ച് മാർച്ച് 14-ന് കുന്നരു കാരന്താട്ട് നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം വിതരണം ചെയ്യും. അനുസ്മരണ പരിപാടികളുടെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി വർത്തമാനകാലവും ഫോക്ലോറും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ഉത്തരമേഖല ഫോക്ലോർ ലേഖന മത്സരത്തിൽ അനുശ്രീ ബാബു EP വടകര 1ാം സ്ഥാനവും വിസ്മയ സി പയ്യന്നൂർ 2ാം സ്ഥാനവും നേടി. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ രവി രാമന്തലി, സുനിൽ കുന്നരു, V പ്രമോദ്, PP ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ മഹാദേവ ഗ്രാമം ടെമ്പിൾ ബ്രദേഴ്സിന്റെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആരാധന ഓഡിറ്റോറിയത്തിലും മഹാദേവ ദേശായി സ്മാരക വായനശാലയിലുമായി നടന്ന മെഡിക്കൽ ക്യാമ്പ് ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. മഹാദേവ ഗ്രാമം ടെമ്പിൾ ബ്രദേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ആരാധന ഓഡിറ്റോറിയത്തിലും മഹാദേവ ദേശായി സ്മാരക വായനശാലയിലുമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സംഘടനകളുണ്ട് ഡോക്ടർമാർ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും സബ്ജക്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാകും. അതിന് പൊതുവേ ഈ ക്യാമ്പിൽ മെഡിക്കൽ ക്യാമ്പിൽ അനുകൂലമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന പല ആൾക്കാരും പല ഡോക്ടർമാരും പല അസുഖത്തിനും ചികിത്സ ചെയ്യുന്നവരായിരിക്കും. അവർ വെറുതെ വെച്ചാൽ ഒരു ക്യാമ്പിൽ TM മാധവൻ അധ്യക്ഷത വഹിച്ചു. E രാജൻ, TA രാജീവൻ, നഗരസഭാ കൗൺസിലർമാരായ TP അനിൽകുമാർ, KK കുമാർ, ശാരിക ടീച്ചർ, അത്തായി പത്മിനി എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെയും പ്രിയദർശിനി ആശുപത്രിയുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ കാർഡിയോളജി, യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, നെഫ്രോളജി, ഗൈനക്കോളജി, ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്, ഡെന്റൽ എന്നീ വിഭാഗങ്ങളിലെ പ്രമുഖ ഡോക്ടർമാർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തുന്ന ലയൺസ് ഡിസ്ട്രിക്ട് പദ്ധതിയായ ജില്ലാതല ഓർത്തോട്ടിക് ക്യാമ്പിന്റെ ഉദ്ഘാടനവും മെഡിക്കൽ പരിശോധനയും പയ്യന്നൂർ ലയൺസ് ഹാളിൽ വെച്ച് നടന്നു. ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അത് നല്ലൊരു തുടക്കമാണ്. ഭാവിയിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഒരു മീറ്റിംഗ് കൂടി ഏതൊക്കെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. ചടങ്ങിൽ ക്യാമ്പ് ചെയർമാൻ രതീഷ് കുമാർ T അധ്യക്ഷത വഹിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർമാരായ ഡോക്ടർ S രാജീവ്, ഡോക്ടർ ദാമോദരൻ K, ക്യാബിനറ്റ് സെക്രട്ടറിമാരായ ഗംഗാധരൻ P, ഷാജി ജോസഫ്, പ്രിൻസിപ്പൽ അഡ്വൈസർ V ബാലൻ, സിദ്ധാർത്ഥൻ വണ്ണാരത്ത്, G സുധാകരൻ, M വിനോദ് കുമാർ, ലേഡി ലയൺ പ്രസിഡന്റ് ഡോക്ടർ സുജ വിനോദ്, സുരേഷ് കോമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഓർത്തോപീഡിക് ഡോക്ടർമാരായ ഡോക്ടർ സജിൻ KM, ഡോക്ടർ ഹേമലത വിശ്വൻ, ഡോക്ടർ മനോജ് JH എന്നിവർ ക്യാമ്പ് നയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തലിച്ചാലം മുണ്ട്യത്താലിൻ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിർമ്മിച്ച പുതിയ ഭണ്ഡാരത്തിന്റെ സമർപ്പണം നടന്നു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് ഭണ്ഡാരത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. തലിച്ചാലം മുണ്ട്യത്താലിൻ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിർമ്മിച്ച പുതിയ ഭണ്ഡാരത്തിന്റെ സമർപ്പണം നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ജോത്സ്യർ ബാബുവിന്റെ കാർമ്മികത്വത്തിൽ നടന്നു. ശില്പി സുധാകരൻ താങ്കയം, UK മധു, സതീശൻ, ഹരീഷ് TV എന്നിവരെ ഭണ്ഡാരം ക്ഷേത്രത്തിന് സമർപ്പിച്ച മുറക്കാടൻ കുഞ്ഞമ്പു നമ്പിയുടെ മകൾ പെരിയാടൻ തയ്യിൽ ജാനകി ആദരിച്ചു. ക്ഷേത്രനടയിൽ നടന്ന സമർപ്പണ ചടങ്ങിൽ ഭണ്ഡാരത്തിന്റെ താക്കോൽ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് ഏറ്റുവാങ്ങി. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. സംസ്ഥാനത്താകെ 2980 പരീക്ഷാ കേന്ദ്രങ്ങൾ. രാവിലെ SSLCയും ഉച്ചയ്ക്ക് ഹയർ സെക്കൻഡറി പരീക്ഷയും എന്ന കണക്കിനാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തൃക്കരിപ്പൂർ ചൊവ്വേരിയിലെ മത്സ്യവിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് കവറുകൾ പിടികൂടിയത് സംഘർഷത്തിനിടയാക്കി. മത്സ്യവിപണന കേന്ദ്രത്തിലെ തൊഴിലാളികൾ തർക്കവുമായി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് നേരെ തിരിഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. പോലീസ് എത്തിയാണ് തൊഴിലാളികളെ പിന്തിരിപ്പിച്ചത്. ഹരിത പ്രോട്ടോകോൾ ഉറപ്പാക്കി ശുചിത്വ മാലിന്യ സംസ്കരണവും ഹരിതചട്ട പ്രവർത്തനങ്ങളും കൃത്യമായി പരിപാലിക്കാൻ തയ്യാറായ കാനായി മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിനെ ഹരിത സ്ഥാപനമായി പ്രഖ്യാപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ച് ഹരിത പ്രഖ്യാപനം നടത്തി. പയ്യന്നൂരിൽ നടക്കുന്ന ടി ഗോവിന്ദൻ സ്മാരക അഖിലേന്ത്യാ രജത ജൂബിലി വോളിബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.